മിനി ബുക്ക് ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയല്ലെന്നേ. നമുക്കും അതങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു 2 പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇതങ്ങനെ മടക്കിയെടുക്കുമ്പോൾ അതിലെന്തായാലും അവിടെ ഒരു മടക്ക് വീഴുമല്ലോ. എന്നിട്ടൊരു കത്രിക എടുക്കുക, എന്നിട്ട് ആ മടക്കിലൂടെ അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക. സിമ്പിളല്ലേ? ഇതുപോലെയാണ് കേട്ടോ വെട്ടി തീർക്കണ്ടേ. ഇനി എന്താ, ഇതാ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തലപ്പത്ത് ഇതുപോലെ ഫെവിക്കോൾ വെച്ച് അങ്ങോട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി അത് നടക്കാൻ വെക്കാം കേട്ടോ. നമുക്കിനി ഒരു ചട്ടയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചാർട്ട് പേപ്പർ കൂടെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വശത്ത് വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ബുക്കൊക്കെ പതിയില്ലേ, അതന്നെ. ഇനി എന്താ, നമ്മൾ മാറ്റി വെച്ച ആ പേജുകളില്ലേ, അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പേജ് ലാസ്റ്റ് പേജും ഇല്ലേ, അതിലങ്ങോട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചട്ടല്ലേ, അതിൽ കൂടെ അങ്ങോട്ട് ഒട്ടിച്ചങ്ങോട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബുക്ക് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനിയൊരു ക്യൂട്ട്നെസ്സിന് കൂടി വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്കർ കൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബായ്.